എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരു മോളുണ്ട്. എന്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാ. അപ്പൊ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. പക്ഷെ അതില് കൊടുത്ത വയസ്സല്ല ഞങ്ങളത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18 വയസ്സായി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ അത് ശരി. നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 മോളെ? ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. +2 കഴിഞ്ഞല്ലേ? അവര് ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല്. അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഞങ്ങളെ വീട്ടുകാർക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നിൽക്കും അവര്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നല്ലപോലെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരും. നമ്മൾ അടിക്കലായാലും. പണ്ട് നമുക്കൊരു ചെറുപ്പുണ്ടായിരുന്നു, അതായത് ഉമ്മമാര് പറയുന്ന അനുസരിച്ചിട്ട് അവരാണ് നമുക്ക് എല്ലാം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്നിപ്പം ഈ പറയുന്ന മക്കളെ അഹങ്കാരം കണ്ടില്ലേ? അവർക്ക് വേണ്ടത് എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ഈ സമയത്ത് നമുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയും പ്രാരാബ്ധവുമുള്ള നമ്മൾ ആ കാലഘട്ടം സകല ബുദ്ധിമുട്ടും അനുഭവിച്ച് വളർന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാതാപിതാക്കളെ വില എന്താണെന്ന് അറിയുന്നുണ്ട്. പക്ഷേ ഈ മക്കൾ കാണിക്കുന്നത് എന്താണെന്ന് ആലോചിക്കുകയെ, സമൂഹത്തിന് മുൻപിൽ തൻ്റെ മാതാപിതാക്കളെ അത്രക്കും അധപ്പതിച്ച രൂപത്തിൽ വിവരിക്കുന്ന ഇങ്ങനെയുള്ള മക്കൾ വളരുന്നത് കണ്ടിട്ട് വളരെ സങ്കടമുണ്ട്. വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കണ്ട് വളർന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ മുതിർന്ന ആളുകളോട് ബഹുമാനിക്കണം, എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് അറിയുമായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയിലെ മക്കൾക്ക് അത് അറിയില്ല. ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ തലമുറയിൽ ജനിച്ചത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള മക്കളെ സമൂഹത്തിലുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മളെ മക്കളെ നല്ല നിലയിൽ വളർത്താൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലുള്ള നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കും ഉപകാരമില്ലാത്ത ഇതുപോലുള്ള മക്കൾ നമ്മൾക്കുണ്ടാവും. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ആ ഒരു വീഡിയോ കണ്ടപ്പം ഒരുപാട് സങ്കടപ്പെട്ടു. ആ പെൺകുട്ടികൾ തൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഇപ്പോൾ 2 ദിവസം മുൻപ് കണ്ണൂരിൽ ഒരു 13കാരനെ അദ്ദേഹത്തിൻ്റെ ഫാദർ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പം അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഒരുപാട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ തല്ലാൻ പാടില്ല, പിടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള കഞ്ചാവുകളും അഫ്നാനുമാരൊക്കെ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മളെ മക്കളെ നന്നായി വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉപകാരം. കുറച്ച് പ്രാരാബ്ദവും കുറച്ച് ഇടങ്ങേറും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അവർ അറിയട്ടെ. അങ്ങനെയുള്ള മക്കളേ ഉള്ളൂ നാളെ സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന മക്കളാവുക. അല്ലാണ്ട് അവരുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മളിങ്ങനെ അവർ പറഞ്ഞനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.